ഫോട്ടോ ഒക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് അമലിനോടൊന്ന് സംസാരിക്കണം. ഒന്ന് സംസാരിക്കാതെ എങ്ങനെ കല്യാണം കഴിക്കുന്നേ? ഒന്നാമത് ഞാൻ അറേഞ്ച് മാരേജ് റെഡി അല്ല. നിനക്ക് എന്താ എത്ര ചോദിക്കാനുള്ള? കൊണ്ടുവരുന്ന ആലോചനയൊക്കെ നീ ഇങ്ങനെ സംസാരിക്കാൻ പോയിട്ടാ മുടങ്ങുന്നത്. അമ്മ എങ്ങനെ ഒന്ന് പറ. പയ്യനെ അറിയാതാണോ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുന്നേ? എന്തോന്ന് പറയാൻ, അവൻ പറഞ്ഞതാ ശരി. നീ ആണുങ്ങളോട് എന്തൊക്കെയാ ചോദിക്കുന്നത്? അവരൊക്കെ നിന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് പെണ്ണ് കാണാൻ വരും. പിന്നെ നീ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഒറ്റൊരു പോക്ക. പിന്നെ ഒരു കോള് പോലും കാണത്തില്ല. അല്ല, ഇതിനു വേണ്ടി നീ എന്തോ അവരോട് ചോദിക്കുന്നേ? നീ വേണ്ടാത്ത എന്തൊക്കെയാണ് അവരോട് ചോദിക്കുന്നത്. അതെനിക്ക് ഉറപ്പാ. പിന്നെ അവർക്ക് നല്ല ബോധിച്ചു. മാവനും അമ്മയും പിന്നെ നടത്തുകയും ചെയ്യും. എനിക്ക് ആ കാലൊന്ന് കാണിച്ചു തരാമോ? കാലിലൊന്നും തൊഴേണ്ട ആവശ്യമില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ആചാരം അങ്ങനെയാണല്ലോ. അമ്മ പറഞ്ഞിരുന്നു പാല് കൊടുത്തിട്ട് കാല് തൊട്ട് തൊഴണമെന്ന്. സാരമില്ല, ഇന്നത്തെ കാലത്ത് ആണുങ്ങളുടെ കാലിൽ പെണ്ണുങ്ങൾ വീഴേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. അത് സാരമില്ല, ഞാനായിട്ട് ആചാരം തെറ്റിക്കുന്നില്ല. എൻ്റെ ടേസ്റ്റിന് പറ്റിയ കുട്ടി തന്നെയാണ് താൻ. എൻ്റെ ഭാഗ്യം. കാല് സ്ത്രീ. വർഷങ്ങളായിട്ട് നിന്നെ പോലൊരു പെണ്ണിനെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. ഫസ്റ്റ് നൈറ്റിൽ നിന്ന് ഒരുങ്ങി പാലുമായിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വരുന്നതും ഭർത്താവിൻ്റെ കാലിൽ തൊടുന്നതൊക്കെ പഴഞ്ചനാണെന്ന് പറയുന്ന ഭൂർഷ പെണ്ണുങ്ങളെയാണ് ഞാൻ ഇത്രയും നാൾ പെണ്ണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ തൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി താൻ തന്നെയാണ് എൻ്റെ ആളെന്ന്. എനിക്കും ഏട്ടനെ കണ്ടപ്പോ അങ്ങനെ തോന്നി. ഒന്നുകൂടെ വിളിച്ചേ. ഏട്ടാ അമലേട്ടാന്ന് വിളിച്ചേ. അമലേട്ടാ. കേൾക്കുമ്പോ തന്നെ എന്ത് സുഖം. ഞാൻ തനിക്ക് ആവശ്യത്തിന് ഫ്രീഡം തരും. എൻ്റെ വീട്ടുകാരും വളരെ പ്രോഗ്രസീവാണ്. എൻ്റെ അമ്മ എല്ലാം പഠിപ്പിച്ച എന്നെ ഇങ്ങോട്ട് വിട്ടത്. സന്തോഷം. എനിക്കും ഇതൊക്കെ ഇഷ്ടമാണ്. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി പോകുമ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വൈകുന്നേരം വരെ കാത്തിരിക്കുന്നതൊക്കെ. പൂമുഖവാദിനി. അതെ. ഞാൻ വരുമ്പോ നിനക്ക് എന്ത് കൊണ്ടുവരണം? അപ്പോ ലേസ്. ലൈസാ? എനിക്ക് ലേസ് കഴിക്കാനാ ഇഷ്ടം. അമ്മന് ലേസ് ഇഷ്ടമല്ല. ഇതെന്ത് കോലമാണ്? എന്തേ? എനിക്കിതൊക്കെ ഇടാനാ ഇഷ്ടം. ഞാനിതിലാ കംഫർട്ടബിൾ. സാരി ഇല്ലേ? പാലെവിടെ? ഇനി എന്തിനാ സാരി? ഉറങ്ങുമ്പോഴും സാരി കൊടുത്ത് കിടക്കാൻ ഇത് സീരിയലൊന്നും അല്ലല്ലോ. അല്ല, അതാണല്ലോ അതിൻ്റെ ഒരു വഴക്കം. സെറ്റ് സാരി ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ഫസ്റ്റ് നൈറ്റിൽ കയ്യിലൊരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നത്. എന്റെ പൊന്നമലേ, ഇതൊക്കെ സിനിമയിലേ കാണൂ. നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു ഷർട്ടും മുണ്ടും ഇട്ടങ്ങ് ഇറങ്ങിയാൽ മതി. ഞാൻ ഇന്ന് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ആ വെഡിങ് സാരിക്കകത്ത് കയറിയതാ. മടുത്തുപോയി മനുഷ്യൻ. ഇതൊന്നും പോരാഞ്ഞിട്ട് മുഖത്ത് കുറെ പുട്ടിയും തലയിലൊരു മകുടവും. തല അങ്ങ് പെരുക്കുന്നു. താൻ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ പോയി പാലുമായിട്ട് വരാം. പാല് കുടിച്ച് തുടങ്ങണമെന്നാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. അങ്ങനെയൊക്കെ ഉണ്ടോ? അതാണ് ആചാരം. എന്നാ പകുതി എടുത്താൽ മതി. എനിക്ക് പാലിഷ്ടമല്ല. ഐ ഹേറ്റ് ദാറ്റ് സ്മെൽ. നീ എന്താ രാത്രി അടുക്കളയില്? എന്താ അമ്മ? ഇവൻ രാത്രി അടുക്കളയിൽ വന്നിരിക്കുന്നു. നിനക്കെന്താ ആകെ ഒരു വെപ്രാളം? അമ്മ, ചേച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത്. പെണ്ണ് മാറിപ്പോയെന്നാ എനിക്ക് തോന്നുന്നു. നീ പിന്നെ ആരെ കൂടെ രാത്രി കയറി കഥ പടച്ചത്? അതും പോട്ടെ, ഇത്ര നേരമായിട്ട് നീ അറിഞ്ഞില്ലേ നിന്റെ ഭാര്യയല്ലേ റൂമിൽ കൂടെ ഉള്ളതെന്ന്? ദൈവമേ, ആ കയറി വന്ന കൊച്ചിനോട് ഇനി എന്തു പറയും? എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നിങ്ങൾ അവളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നപ്പോൾ അവളുടെ ലുക്ക് വെച്ച് എൻ്റെ മനസ്സിലുണ്ടായ ഇമേജിന്റെ സ്വഭാവം അതിതല്ല. എടാ സത്യം പറ, നീ പേടിച്ചിട്ട് ഡ്രിങ്ക്സ് വല്ലതും അടിച്ചാ? ഏതാ നീ ടെൻഷൻ ആവാതെ അങ്ങോട്ട് റൂമിലോട്ട് ചെല്ലേ. ആദ്യമായിട്ടൊരു പെങ്കൊച്ച് റൂമിൽ വന്നല്ലേ, അതിന്റെ ആവും അവന്. ആണല്ലേ? എന്നാലേ അമ്മ ഒരു ഗ്ലാസ് പാലും കൊണ്ടുതാ, ഞാൻ കൊണ്ടുപോട്ട്. പാല് അവളല്ലേടാ കൊണ്ടുപോവേണ്ടത്. ആ, ഇപ്പൊ മനസ്സിലായ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന്. അതാ ഞാൻ പറഞ്ഞത്.
ആ ഫോട്ടോയിൽ കണ്ടതല്ല അവൾ, ഇത് വേറെ. താൻ കിടന്നോ? ഹോ, വെരി ഫാസ്റ്റ്. ലൈറ്റ് ഞാൻ അണയ്ക്കണോ അതോ ലൈറ്റ് കിടക്കുന്നതാണോ എനിക്കിഷ്ടം? ഓൺ ചെയ്ത അമൽ ഓക്കെയാണോ? എനിക്ക് ലൈറ്റ് ഇഷ്ടാ. എന്നാലും ആദ്യമായിട്ടൊക്കെ വരുമ്പോ നിനക്കൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്കെന്താ, എനിക്കും ഓക്കെ, ലൈറ്റ് കിടന്നോട്ട്. എന്റെ പൊന്നമലേ, ഫസ്റ്റ് നൈറ്റ് തന്നെ ഫിസിക്കലി ഇന്റിമേറ്റ് ആവണമെന്ന് വല്ല റൂളും ഉണ്ടോ? അതൊക്കെ പിന്നെ ആകാലോ. നമ്മുടെ കംഫർട്ടാണ് മാറ്റർ. എത്ര നാളെ പെണ്ണിട്ട് എനിക്ക് കല്യാണം ഓക്കെ ആയെന്നറിയാമോ? ആശ ചായച്ച് പെണ്ണിട്ട് ഫസ്റ്റ് നൈറ്റിൽ വന്നിരുന്ന റൂൾസ് പറയുന്നു. തന്നെ ഫോട്ടോയെ കണ്ടപ്പോഴേ ഇങ്ങനെയൊന്നും അല്ല എനിക്ക് തോന്നിയത്. എന്നാലേ ഞാൻ ഒരു കാര്യം പറയാം, തനിക്കൊന്നും തോന്നരുത്. എൻ്റെ ഫോട്ടോസിലേ ഏറ്റവും അടക്കം ഒതുക്കം ഉള്ളതാണ് തനിക്ക് എൻ്റെ വീട്ടുകാർ അയച്ചു തന്നത്. ഞാൻ വേറെ കാണിച്ചു തരാം. ഇപ്പൊ എന്ത് തോന്നുന്നു? ഞാൻ പോക്ക് കേസാണെന്ന് തോന്നുന്നുണ്ടോ? തന്നോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ 100 വട്ടം വീട്ടുകാരോട് പറഞ്ഞതാ, അവരുഴപ്പി. പിന്നെ ഫോട്ടോ കണ്ട് ജഡ്ജ് ചെയ്ത് താനും അങ്ങ് എസ് പറഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട് ബ്രോക്കറിന്റെ തന്നെ നമ്പർ മേടിച്ചിട്ട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു. താൻ എന്താ ചെയ്തേ? ചേച്ചിയുണ്ടോ? ഞാൻ തനിക്ക് സംസാരിക്കണമെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാ മോളെ അവനോട് ഒറ്റയ്ക്ക് പോവാൻ. അപ്പൊ അവനെ എന്നെയും കൂടി പിടിച്ചോണ്ട് വന്നത്. അല്ല, ഒറ്റയ്ക്ക് വന്നാൽ താനെന്ത് കരുതും? അതാണ് ഞാൻ ചേച്ചിയെ വിളിച്ചോണ്ട്. അത് നന്നായി. ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് സംസാരിക്കാൻ പാടില്ല എന്നാണല്ലോ. അത് കൊള്ളാം. ഞാൻ ചേച്ചിയെ വിളിച്ചോണ്ട് വന്ന് എന്നെ കളിയാക്കിയിട്ട് താൻ തന്റെ ചേട്ടനെ വിളിച്ചോണ്ടാണല്ലോ വന്നിരിക്കുന്നത്. അടക്കവും ഒതുക്കവും അനുസരണയാണ് എന്റെ മെയിൻ അല്ലേ? ചേട്ടനാ എവിടെ? ദോ ഹായ്. എല്ലാരും ഉണ്ടല്ലോ. എങ്ങനെ എത്തി? അതാ ഞാനിത് വഴി വന്നപ്പോ എവള് പറഞ്ഞു അളിയനെ കാണണ്ടെന്ന്. അങ്ങനെ ചുമ്മാ വെറുതെ വന്നതാ. എന്നിട്ട് ഞാൻ ധൈര്യം സംഭരിച്ച് ഒരു രാത്രി തന്നെ വിളിച്ചു. എന്നിട്ട് താൻ എന്താ കോളിൽ ചെയ്തേ? കുടുംബശ്രീ യോഗം പോലെ വിളിച്ച് തന്റെ അമ്മയും ചേച്ചിയെ ആഡ് ചെയ്ത് ഒന്ന് പറഞ്ഞിട്ട് എന്റെ മാമനെയും ചേട്ടനെയും അമ്മയൊക്കെയാണ് അത് ആഡ് ചെയ്തിച്ചു. എല്ലാരും കൂടി ഇരിക്കുമ്പോ ഞാനത് അതിനോട് ചോദിക്കണ്ടേ? പറഞ്ഞോളൂ, എന്താ പറയാനുള്ളത്? ഞാൻ വിചാരിച്ച് എല്ലാരും കൂടെ ആഡ് ചെയ്ത് ഈ കോളങ്ങ് പൊളിക്കാതെ. എങ്ങനെയുണ്ട് സർപ്രൈസ്? പിന്നീട് ഞാൻ അറിയുന്നത് കല്യാണ തീയതി എടുത്തതാണ്. പയ്യനും പെണ്ണും സംസാരിക്കാതെ കല്യാണ തീയതി എടുക്കും. തനിക്ക് എന്നോട് എന്താ സംസാരിക്കാനുണ്ടായിരുന്നു? അത് ഇപ്പോഴാണോ ചോദിക്കുന്നേ? എല്ലാം കഴിഞ്ഞില്ലേ? എന്ത് കഴിഞ്ഞെന്ന്? ഞാൻ നിന്നെ തൊട്ടിട്ട് പോലും ഇല്ല. അനാവശ്യം പറയല്ലേ? അതല്ല, കല്യാണം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ സംസാരിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഇപ്പൊ ഞാൻ നല്ല ടയർഡാ. നമുക്ക് നാളെ സംസാരിക്കാം. എന്താ അമ്മ, എന്താ ഇവിടെ ബഹളം? ഈശ്വര, കല്യാണം നടക്കാതിരുന്ന പെണ്ണ് കിട്ടിയപ്പം ബോധമില്ലാതെ ചെറുക്കം വല്ലതും ചെയ്തോ എന്തോടി? അമ്മ വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കാതെ വാ, അങ്ങോട്ട് പോയി നോക്കാം. എന്താടാ? ചേച്ചി, അവളുടെ തല. എന്താ അമൽ ഒച്ച വെക്കുന്നേ? ഞാൻ യോഗ ചെയ്യുന്നുണ്ടില്ലേ? ഡോണ്ട് ഡിസ്റ്റർബ്. യോഗ? അമ്മ പെണ്ണ് പേടിപ്പിച്ചിറങ്ങി. എന്താടാ ഭാര്യയെ കണ്ട് പേടിച്ചാലോ ഇങ്ങനെ? പേടിക്കാൻ കിടക്കുന്നത് ഉള്ളു. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ കല്യാണത്തിന് മുമ്പ് നീ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയാൻ ട്രൈ ചെയ്തില്ലേ? ശരിക്കും നീ എന്താ ചോദിക്കാൻ വന്നേ? താൻ ലൈഫിൽ ഏതെങ്കിലും പെൺകുട്ടിയോ സ്ത്രീയോ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാനാ? എന്താ ഒരു ഞെട്ടല്? ഇത് ചോദിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടന്നത്? നീ എന്നെ അത്രക്കാരനാക്കാണല്ലേ കണ്ടിരിക്കുന്നത്. പിന്നെ നീ എന്തിനാ കല്യാണത്തിന് അമ്മേച്ചത്? തന്നെ എങ്ങനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. താനും മറ്റെല്ലാ ആണുങ്ങളെ പോലെ ഡിസ്റ്റർബ്ഡ് ആവുക ക്വസ്റ്റ്യൻ കേട്ടിട്ട്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഡിസ്റ്റർബ്ഡ് ഒന്നും അല്ല. എന്റെ വീട്ടിലെ എനിക്ക് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ പെണ്ണ് കാണാമെന്ന പലരുടെയും വീട്ടിലെ അമ്മയും പെങ്ങളും ഉണ്ട് എന്ന് വെച്ചിട്ട് അവരെല്ലാരും മാന്യന്മാരല്ലായിരുന്നു. ഒരു കോൾ ഉണ്ടെന്ന് എടുത്തിട്ട് വരാട്ടാ. ആടാ പറ, കറക്റ്റ് സമയത്താ വിളിച്ച്. അളിയാ
നീ ഒന്ന് വിളിച്ചു പോലുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആഘോഷിച്ചിരിക്കുമായിരിക്കുമല്ലേ? നീ നമ്മളെ ടീമിനെ നാണം കെടുത്തിയൊന്നും ഇല്ലല്ലോ അല്ലേ? നാണം പറഞ്ഞാണോ നിനക്ക്? എടാ പിന്നെ നീ കല്യാണം പെട്ടെന്ന് നടത്തി. എനിക്കാണെങ്കിൽ ലീവ് കിട്ടാത്തോണ്ട് വരാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ഉടനെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഒളിഞ്ഞിരിക്കുവാണ്. കൃത്യസമയത്താണ് നീ വിളിച്ചത്. ഒരു ചോദ്യോത്തര വേളയിലായിരുന്നു ഞാൻ. നീ വല്ല റിയാലിറ്റി ഷോയിലും കയറിയാടാ? ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. ഫോട്ടോ കണ്ട് യെസ് പറഞ്ഞതാണ്. പക്ഷെ കെട്ടിക്കൊണ്ട് വന്നപ്പം പെണ്ണ് മാറിപ്പോയി അളിയാ. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. അളിയാ, മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനേ. അവളുടെ അടുത്ത് ചോദിച്ചെന്താണെന്നറിയാമോ? അറിയാളിയാ, ഞാൻ ഇതെത്ര കേട്ടിരിക്കുന്നു. നിന്റെ എക്സിനെ കുറിച്ചല്ലടാ? അല്ല, ഞാൻ ഏതെങ്കിലും പെണ്ണെ പീഡിപ്പിച്ചിട്ടുണ്ടോന്ന്. നീ ഞെട്ടിയില്ലേ? ഈ ഞെട്ടലാണ് ഞാൻ ആദ്യ രാത്രി പോലും അനുഭവിച്ചോണ്ടിരിക്കുന്നത്. പണ്ടത്തെ നമ്മുടെ രഹസ്യമൊക്കെ അവൾ അറിഞ്ഞ എന്നെ അവളെ പിടിച്ച് ജയിലിലടക്കണോ? എനിക്ക് ഉറപ്പാ ആ ടൈപ്പ് സാധനമുള്ളു. എടാ, ഗായത്രി എന്നാണ് അവളെ പേര്. അതെ, നിനക്ക് ഇവളെങ്ങനെ അറിയാം? ശ്രീ മഹാത്മാ കോളേജിൽ MA ലിറ്ററേച്ചർ പഠിച്ച ഗായത്രി. അത് തന്നെ. നിനക്കെങ്ങനെ അറിയാം? ഞാൻ ശരിക്കും ഞെട്ടി മോനെ. ഇനി ഞാൻ അങ്ങോട്ടില്ല, നാട്ടിലേക്കും ഇല്ല. എന്നാ ശരിയല്ലേ, ബൈ. ഇവളെ അവനെങ്ങനെ അറിയാം? ഇനി അവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും അവള്. കണ്ടുപിടിക്കണം. ഇവളിവിടെ പച്ചകുത്തിരിക്കുന്ന പോലെ അവന്റെ പേര് ഈ ശരീരത്തെ എവിടെയെങ്കിലും പച്ചകുത്തിട്ടുണ്ടോ? കണ്ടുപിടിക്കണം. എന്താ? ഒന്നുമില്ല. ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ തൊടാൻ പാടില്ലെന്ന് അറിയില്ലേ? വേറെ പെണ്ണല്ലല്ലോ, എന്റെ ഭാര്യയല്ലേ. ആണെങ്കിൽ എന്താ? കല്യാണം കഴിഞ്ഞാലും പെണ്ണിന്റെ ശരീരം അവളുടേത് തന്നെ. അതിൽ തൊടണമെങ്കിൽ പെർമിഷൻ വേണം. ഫെമിനിസ്റ്റ് മാഡം, ഞാൻ അറിഞ്ഞില്ല, സോറി. അല്ലെങ്കിൽ തന്നെ തുടങ്ങാൻ പറ്റിയ സാധനം. എപ്പോഴാണ് ജൈവി പോകണമെന്ന് ആലോചിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. ബാത്റൂമിലാണെന്ന് തോന്നുന്നു. എന്താ നോക്കുന്നേ? അല്ല, ഓക്കെ, നീ പറ, നിന്റെ ആരാ വിവേക്? ഏത് വിവേക്? കുറെ വിവേകിനെ നിനക്കറിയാമോ? അറിയാം, എനിക്ക് ഒരുപാട് പേരെ അറിയാം. വിവേക് വി ദുബായിലുള്ള ഇപ്പൊ. ഓ, അവനാ? അവനെ എനിക്കറിയാം. അവനെ തനിക്കറിയാവോ? അറിയാം. അടുത്ത ബന്ധമാണോ? അങ്ങനെ ചോദിച്ചാ തരക്കേടില്ലാത്ത ബന്ധമാണ്. അവന്റെ നമ്പർ ഒന്ന് തരാവോ? എന്തിന്? ഭർത്താവിനോട് കാമുകന്റെ നമ്പർ ചോദിക്കുന്നു? കാമുകനാ എന്റെ. അവൻ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയ പിടികിട്ടാ പുള്ളിയാ. അവൻ എന്നെ പണ്ടൊന്ന് പെണ്ണ് കാണാൻ വന്നായിരുന്നു. പെണ്ണ് കാണാനാ? അവൻ എന്നോട് പറഞ്ഞത് തന്നോടൊന്ന് പറയട്ടെ. എന്താ പറഞ്ഞ? തനിക്കെന്തോ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കാര്യം തുറന്നു പറ. അത് താൻ ലൈഫിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്ത്രീയോ പെൺകുട്ടിയോ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കണേ? ഉണ്ടോ ഇല്ലയോ? എടോ, അതിപ്പോ തൻ്റെ അടുത്ത് എങ്ങനെയാ പറയുന്നത്? അവരൊരു പെൺകുട്ടിയല്ലേ? അതിനെന്താ, നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലേ? നമ്മൾ ആദ്യം ഫ്രണ്ട്സ് ആവണം, എന്നിട്ടല്ലേ പാർട്ട്നേഴ്സ് ആവും. അതുകൊണ്ട് താൻ പറഞ്ഞു എന്താണെങ്കിലും. അത് ശരിയാ, തനിക്കൊന്നും തോന്നൂലല്ലോ അല്ലേ? ഇല്ല, താൻ പറഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കെതിരെ ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുത്തു. അവളുടെ പെൻസിൽ അടിച്ച് മാറ്റി നിറച്ചിട്ട് എനിക്ക് അതിൻ്റെ പേരിൽ കുറെ അടിയും കിട്ടി. പിന്നെ അവളെ എനിക്ക് ബാത്റൂമിൽ വെച്ച് കൈവാക്കിന് കിട്ടി. ഒരു തമാശ. പിന്നെ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഞാൻ ഒരു ദിവസം നോക്കിയപ്പം അവളൊരു മരത്തിൻ്റെ ചുവട്ടിൽ വേറെ ഒരുത്തനായിട്ടിരുന്ന് ഫ്രഞ്ച് കിസ് അടിക്കും. ഞാൻ വിടുമോ? എനിക്കാണെങ്കിൽ കണ്ട് സഹിക്കണില്ല. ഞാൻ തിരിത് അതിനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് അവളെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞ് ലാബിൻ്റെ അവിടെ വരാൻ. അവൾ വന്ന്. പിന്നെ അതൊരു തമാശ. ഓ, അത് ശരി. പിന്നെ ഇനിയും ഉണ്ട്. പക്ഷെ പീഡിപ്പിക്കുന്ന എല്ലാ പെമ്പിള്ളേരും ആമ്പിള്ളേരും എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും തമാശ ആണോ? എന്നാലേ പീഡിപ്പിക്കപ്പെടുന്ന ഓരോ പെൺകുട്ടിയും അവരെ ഉപദ്രവിച്ചവരുടെ മുഖം എന്നും ഓർക്കും, മരിക്കുന്നത് വരെ. നിന്നെ കല്യാണം കഴിക്കുന്നതിലും ഭേദം ഞാൻ പോയി ചാകുന്നതാ. ഇനി അധിക നേരം ഇവിടെ നിന്നാലേ നിന്റെ സ്കൂളിലെയും കോളേജിലെയും ഹിസ്റ്ററി മൊത്തം എടുത്ത് ഞാൻ പോലീസിനെ വിളിക്കും. ഇറങ്ങി പോടാ. അവൻ തന്നെ കൂട്ടുകാരനാണല്ലേ, അപ്പൊ അവൻ ചെയ്ത തെണ്ടിത്തരത്തിനൊക്കെ തന്റെ പങ്കും ഉണ്ട്.
ഏയ് ഇല്ല ഇല്ല, ഞാൻ അത്രക്കാരനൊന്നുമല്ല. അവനെ എനിക്കറിയാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ പരിചയപ്പെട്ടത്. ഇതൊക്കെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അവൻ്റെ ഒരു വികൃതിയായിട്ട് കണ്ട് അങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് വിട്ട്. കൂടുതൽ സത്യയിലൊന്നും വേണ്ട. ഞാൻ പാവമെന്ന് എനിക്ക് ആദ്യ രാത്രി തന്നെ പിടികിട്ടിയതാ. എന്നാ ഞാനങ്ങോട്ട്. ശരി, പോയിട്ട് വാ. ഇനിയും കുറെ സംസാരിക്കാനുണ്ട്. ഈശ്വര, ഇനി എന്ത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എനിക്ക് തരാൻ വെച്ചേക്കുന്നത്. നീ എന്തിനുള്ള പുറപ്പാടാ? എന്താ ഇത്? തനിക്കുള്ള പാല്. എന്താ പതിവില്ലാത്തൊരു സ്നേഹം. ഇതിൽ നീ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ? താനല്ലേ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അപ്പൊ പിന്നെ ഇതൊക്കെ എന്തുവാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? അന്ന് ആദ്യ രാത്രിയിൽ ഞാൻ ടയേർഡായിരുന്നുകൊണ്ട് തന്നെ പരിഗണിക്കാൻ പറ്റിയില്ല. പിന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരം കാത്തിരിക്കുമായിരുന്നു ഞാൻ. ശേഷം വിവേകിന്റെ കാര്യം വന്ന് അതങ്ങ് മുടങ്ങി. അപ്പോൾ ഇപ്പം അങ്ങ് പരിഹരിക്കാന്ന് വിചാരിച്ചു. നീ ഫെമിനിസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് എന്താ ആദ്യ രാത്രി? ഞാനിരിക്കെ പണ്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് ഇക്വാളിറ്റി എന്നത്. ഞാൻ അമ്മയെ കണ്ട് ആണുങ്ങളെ പേടിച്ചാണ് ജീവിച്ചത്. മാമൻ വഴക്കു പറയുമെന്ന് പേടിച്ച് അയാളുടെ എല്ലാ തോന്നിവാസത്തിനും മിണ്ടാതെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് എന്നെ കെട്ടാൻ വരുന്ന എല്ലാവരോടും ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല. എനിക്കാരെയും ഭരിക്കണമെന്നോ തലേ കയറി ഇരിക്കണമെന്നൊന്നും ഇല്ല. മനുഷ്യനായിട്ട് കണ്ടാൽ മതി. എടോ, എനിക്കറിയാം ഞാനൊരു പെർഫെക്റ്റ് ഹസ്ബൻഡ് അല്ലാന്ന്. പക്ഷേ ഒരു ബെറ്റർ ഹസ്ബൻഡ് ആവാൻ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. അത് മതി എനിക്കും. നമുക്ക് ഒരുമിച്ച് വളരാം. എന്നാ പിന്നെ തുടങ്ങിയാലോ? എന്ത്? ലൈഫ്.